വലിയ സാധനം ഇരിപ്പുണ്ട്. പക്ഷെ അവളുടെ കൈ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. ഇതായിരിക്കോ തടഞ്ഞെന്ന് അറിഞ്ഞ് അവളെ നേരെ പിടിച്ച് പോകാൻ നോക്കും. പക്ഷെ വീണ്ടും അവൾക്ക് അകത്ത് കയറാൻ പറ്റാത്തത് അവളാണ് മൊത്തത്തിൽ പേടിച്ചുപോയി. ഇനി ഞാൻ മാത്രം അകത്ത് കയറാതിരിക്കാൻ വേണ്ടി വല്ല മന്ത്രം പറഞ്ഞിട്ടുണ്ടോന്ന് അവള് വെറുതെ ഫ്രണ്ടിങ്ങിന് തൊട്ട് വെക്കും. അപ്പൊ ഞാൻ ഇവളുടെ ബാക്കിൽ നിന്ന് റൂക്ഷിയാണ് നിന്റെ മന്ത്രം ഞാൻ മാറ്റി തരാന്ന് പറഞ്ഞ് ആ ബാക്കിലത്തെ ചാർട്ട് മാറ്റി ഇവളെ അകത്തേക്ക് ആക്കും. അതിനുശേഷം അവൻ ഇവളെ കണ്ട് പൊട്ടിച്ചിരിച്ചിട്ട് എവിടെ പോകുന്നു മോളെന്ന് പറഞ്ഞ് അവളെ തടഞ്ഞിർത്തും. കാരണം വെറുതെ നടന്നുപോയി അവനെ പന്തും കൊണ്ട് അടി വാങ്ങിപ്പിച്ച്. അങ്ങനെ അതെന്തിനാന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പോൾ അവളാണ് ദേഷ്യത്തി ഒരാളെ രക്ഷിക്കാൻ നോക്കിയ തെറ്റാണെന്ന് പറഞ്ഞ് അവനോട് തർക്കിക്കും. അതിനുശേഷം അവളും ബെഞ്ചിലേക്ക് ചെന്നിരിക്കുമ്പോഴാണ് ഇവനാണ് അവളെ കണ്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അതോടെ അവള് ദേഷ്യപ്പെടുമ്പോൾ ഇവൻ ചിരിക്കാതെ ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് അവളത് മനസ്സിലാക്കി വെറുതെ ചിരിച്ചോണ്ടിരിക്കും ഇവനൊന്ന് മണ്ടനാണെന്ന് പറഞ്ഞ് വന്നപ്പോ തൊട്ട് അവനോട് കട്ട ദേഷ്യമായിരിക്കും. അപ്പോഴാണ് ക്ലാസ്സിലേക്ക് വേറൊരു പയ്യനും വരുന്നത്. ഇവന്റെ പേര് യുവാൻ. ഇവന് നമ്മുടെ റൂക്ഷിയും കൂടെ കട്ട ചങ്സ, കൂടാതെ സ്കൂൾ ടോപ്പറും കൂടെയാ. അപ്പോഴാണ് ഇവൻ ക്ലാസ്സിലേക്ക് കയറുന്നുണ്ട്. വേറെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന് പുറകെ ഇങ്ങനെ വരും. എടാ യുവാൻ, കഴിഞ്ഞ തവണ നടന്ന എക്സാമിൽ ഞാൻ നിന്റെ അടുത്ത് തോറ്റുപോയി. അതുകൊണ്ട് ഈ തവണ ആരാ ഫസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ചലഞ്ച് ചെയ്യാം. നീ അതിന് തയ്യാറാണോ എന്നിന് ഇവന് ചോദിക്കുമ്പോഴാണ് അവിടേക്ക് റൂക്ഷിയും വന്നിട്ട് എന്റെ പൊന്നു മോനെ, നീ അവന്റെ അടുത്ത് കുറെ തവണ തോറ്റുപോയി. വീണ്ടും നിനക്ക് തോക്കാൻ അത്രയ്ക്ക് ആഗ്രഹമാണോ? എന്റെ അളിയനെ തോപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല എന്നിന് അവനും പറയുമ്പോഴാണ് എങ്കിൽ പിന്നെ ഇപ്പൊ പൊട്ടിച്ചാണിക്കാന്ന് പറഞ്ഞ് ആ മത്സരത്തിന് വിളിക്കും. അതോടെ അവന്മാർ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കണ്ട ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന്മാരെല്ലാരും കൂടെ ഫസ്റ്റ് ഡേ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവന്മാരൊക്കെ നോക്കാൻ വേണ്ടി പോകും. അങ്ങനെ അവന്മാർ തമ്മിൽ സുഡോക്കു മാച്ച് വെച്ച് ആദ്യം ആരാ ചെയ്ത്